നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ സർക്കാർ. ബഹ്റൈനിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ശക്തമായ നീക്കമാണ് നടത്തുവാൻ ഒരുങ്ങുന്നത്. രാജ്യത്ത് രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത് ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ അധ്യക്ഷനായ കൊറോണ വൈറസിനെ നേരിടാനുള്ള ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വെള്ളിയാഴ്ച തീരുമാനിച്ചത്. ഇതനുസരിച്ച് ഫെബ്രുവരി 7 ഞായർ മുതൽ ഫെബ്രുവരി 21 ശനിയാഴ്ച വരെ നടപ്പിലാക്കാൻ നിരവധി തീരുമാനങ്ങൾ എടുത്തു. സർക്കാർ സ്ഥാപനങ്ങളിൽ 70% ജീവനക്കാരെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുവദിക്കും. ഇൻഡോർ ജിമ്മുകളും സ്പോർട്സ് ഹാളുകളും നീന്തൽക്കുളങ്ങളും താൽക്കാലികമായി അടയ്ക്കണം. ജിമ്മുകൾക്കും സ്പോർട്സ് ഹാളുകൾക്കുമായി ഔട്ട്ഡോർ വ്യായാമം പരമാവധി 30 വ്യക്തികളുമായി തുടരാം. ഇൻഡോർ വ്യായാമ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കണം. 30-ലധികം വ്യക്തികളുള്ള എല്ലാ സാമൂഹിക ഒത്തുചേരലുകളും വീടുകളിലടക്കം എല്ലായിടത്തും നിരോധിച്ചിരിക്കുന്നു. ഇവയാണ് തീരുമാനങ്ങൾ. വൈറസിന്റെ വ്യാപനം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ കർശനമായി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഈ നടപടികൾ കോവിഡ്-19 വ്യാപനം ലഘൂകരിക്കുന്നതിനും സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുമുള്ള ദേശീയ ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് ടാസ്ക് ഫോഴ്സ് എടുത്തുകാട്ടുന്നത്. ഒപ്പം എല്ലാ പൗരന്മാരുടെയും വിദേശികളുടെയും ആരോഗ്യം രാജ്യത്തിന്റെ മുൻഗണനയായി തുടരുമെന്നും ടാസ്ക് ഫോഴ്സ് ആവർത്തിച്ചു. വൈറസിന്റെ അപകട സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും രാജ്യത്ത് രോഗവ്യാപനം തടയുന്നതിനും സമൂഹത്തിലെ ഓരോ അംഗത്തിനും ഉത്തരവാദിത്തമുണ്ട്. സാമൂഹിക അകലം പാലിക്കാൻ നടപടികളെല്ലാം ജാഗ്രതയോടെ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ടാസ്ക് ഫോഴ്സ് ഉയർത്തിക്കാട്ടി. ടാസ്ക് ഫോഴ്സ് അധികാരികളും പുറപ്പെടുവിച്ച തീരുമാനങ്ങളും നടപടികളും ലംഘിക്കുന്ന വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും. എല്ലാവരുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി പ്രസക്തമായ തീരുമാനങ്ങൾ ഏറ്റവും പുതിയ കോവിഡ് സംഭവ വികാസങ്ങളും സ്ഥിതി വിവര കണക്കുകളും അനുസരിച്ച് അവലോകനം ചെയ്യുമെന്ന് ടാസ്ക് ഫോഴ്സ് അധികൃതർ അറിയിച്ചു. ജനുവരിയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചതിന്റെ ഭാഗമായി ജനുവരി 31 മുതൽ 3 ആഴ്ച കാലത്തേക്ക് ജാഗ്രത വേണമെന്ന് നാഷണൽ ടാസ്ക് ഫോഴ്സ് അധികൃതർ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ജനുവരി 31 മുതൽ 3 ആഴ്ച കാലത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ അധ്യയനം മാത്രമായിരിക്കും അനുവദിക്കുക എന്നും നേരിട്ടുള്ള അധ്യയനം നിർത്തിവെക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കിൻഡർ ഗാർഡൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ്. റെസ്റ്റോറന്റുകൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. ജനുവരി 31 മുതൽ 3 ആഴ്ച കാലത്തേക്ക് റെസ്റ്റോറന്റുകളിലും കഫേകളിലും അകത്ത് ഭക്ഷണം നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ബന്ധുക്കളെ സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള കൂടിച്ചേരലുകൾ ഒഴിവാക്കണം. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുത്. ഓഫീസുകളിലും വ്യായാമ വാണിജ്യ സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കണം. സാമൂഹിക അകലം പാലിക്കണം. മാസ്ക് ധരിക്കലും പ്രതിരോധ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. അശ്രദ്ധയും അലംഭാവവും ഒഴിവാക്കി എല്ലാവരും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.